തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കട്ടിലപ്പൂവം ബാബു വിളിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കള്ളിങ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, ഇന്നലെയാണ് ഈ കട്ടിലപ്പൂവത്തെ മാടക്കത്തറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കട്ടിലപ്പൂവത്ത് ബാബു വിളയത്തിൻ്റെ ഫാമിൽ പന്നികൾക്ക് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫാമിലെ പന്നികളെ കള്ളിങ് നടത്തി സംസ്കരിക്കാനായി തീരുമാനിച്ചത്. 310 പന്നികളെയാണ് ഇത്തരത്തിൽ കള്ളിങ് നടത്തി സംസ്കരിക്കുന്നത്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക RRT സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഇതിൽ വെറ്ററിനറി ഡോക്ടർമാരും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടുന്ന ഒരു RRT സംഘത്തെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ പുരോഗമിക്കുന്നത്. ഈ മാടക്കത്തറ സംഭവമുണ്ടായ 14-ാം വാർഡിൽ ഈ ഫാമിന് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് കർശന രോഗബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിന് തുടർന്നുള്ള ഒരു 10 കിലോമീറ്റർ പ്രദേശത്ത് രോഗബാധിത പന്നിപ്പനി ബാധയ്ക്ക് സാധ്യതയുള്ളതായ പ്രദേശമായും ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും രോഗബാധ കണ്ടെത്തിയാൽ, ഏതെങ്കിലും തരത്തിൽ ഈ പന്നിപ്പനിക്ക് സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ അതായി സ്ഥിരീകരിക്കപ്പെട്ടാൽ അതുടൻ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെ വിവരമറിയിക്കണം. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ ഓഫീസർമാരെ വിവരമറിയിക്കണം. അതിൻ്റെ തുടർച്ചയായി ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് പ്രധാനമായും ഈ മാടക്കത്തറ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഈ പന്നിപ്പനി ബാധയുണ്ടായ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇവിടെ നിന്നും പുറത്തേക്ക് മാംസം കൊണ്ടുപോയിട്ടുണ്ടോ എന്നതും പന്നിമാംസം കൊണ്ടുപോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ പ്രദേശത്ത് പന്നി മാംസത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ മാംസ വിൽപ്പനശാലകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറിയാതെ ഈ പ്രദേശത്ത് നിന്ന് എവിടെയെങ്കിലും, കാരണം ഈ സ്ഥിരീകരിച്ച ഫാമിലല്ലാതെ മറ്റേതെങ്കിലും ഫാമിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പന്നി വളർത്തുന്ന കേന്ദ്രങ്ങളിൽ നിന്നോ പന്നി മാംസം ജില്ല വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാൻ ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കള്ളിങ് പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 310 പന്നികളെയാണ് ഇത്തരത്തിൽ കള്ളിങ് നടത്തി സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അണുനശീകരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാമിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പ്രാഥമിക അണുനശീകരണം നടത്തും. തുടർന്ന് ഈ നിരീക്ഷണ മേഖലയിലും അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഷമി, തിയോഫിനി, പ്രദേശത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ടോ? എന്തായാലും ഇത് മറ്റൊരു രോഗബാധ പോലെ അല്ലെങ്കിൽ H1N1 പോലെയോ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാരണം ഇത് മനുഷ്യരിലേക്ക് ഈ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭയക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ചതുമായ പ്രദേശങ്ങൾ കർശന നിരീക്ഷണത്തിലുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം, അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള 10 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ രോഗബാധ സാധ്യതയുള്ളതായി പറയുന്ന പ്രദേശങ്ങൾ, അതിൽ തൃശ്ശൂർ കോർപ്പറേഷനുണ്ട്, വടക്കാഞ്ചേരി നഗരസഭയുണ്ട്, പുത്തൂർ പഞ്ചായത്തുണ്ട്. അങ്ങനെ ഈ സമീപ പ്രദേശങ്ങളിൽ കൂടി രോഗബാധയുണ്ടായ മാടക്കത്തറ പഞ്ചായത്ത് ഉൾപ്പെടെ ഇത്തരം പ്രദേശങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം. കാരണം പന്നിമാംസം കഴിക്കുന്നതിന് നിരോധനമുണ്ട്, വിൽപ്പനയ്ക്ക് നിരോധനമുണ്ട്. ഇവിടെ നിന്ന് ഒരു പക്ഷേ ഇവിടെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇവിടെ നിന്ന് മാംസം കൊണ്ടുപോയാൽ മറ്റ് ആർക്കെങ്കിലും ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് മാംസം കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഈ പ്രദേശത്തു നിന്നും എവിടേക്കെങ്കിലും പന്നി മാംസം വിൽപ്പന നടത്തി കൊണ്ടുപോയിട്ടുണ്ട്, പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിരീക്ഷിച്ചിട്ടുണ്ട്. പന്നിപ്പനി സ്ഥിരീകരിച്ചു. പന്നികളെ കള്ളിങ് ചെയ്യാനുള്ള നടപടി അവിടെ തുടങ്ങിക്കഴിഞ്ഞു. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.